ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തായി കുഴിവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മോഡേൺ ലുക്കിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് വിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 1 കിലോമീറ്റർ മാത്രമാണ്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ക്ലാഡിംഗ് ടൈൽസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഗംഭീരമായൊരു ചുറ്റുമതിൽ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. കൂടാതെ നീളമേറിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. വലിയൊരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ ബൈക്കും മറ്റുമുള്ളവർക്ക് അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഈ വീടിന്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ട് ഇവിടെ നമുക്ക് കാണാം. സിറ്റ് ഔട്ടിൽ വരുന്ന പില്ലറിൽ നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണറുവെള്ളം തന്നെയാണ്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു മെയിൻ ഡോർ ഇവിടെ നമുക്ക് കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു 8 സീറ്റർ സോഫ സെറ്റിയൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. മൾട്ടിവുഡിൽ തീർത്ത ഗംഭീരമായൊരു TV യൂണിറ്റ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു മോഡേൺ ഡിസൈനിൽ തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വിനീറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ നമുക്ക് സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഭംഗിയാക്കി തന്നെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ അടുത്തതായി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. ഓപ്പൺ കിച്ചൺ ഡിസൈൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് കിച്ചണും ചെയ്തിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ അടുക്കള ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിന്റെ അടുക്കളയിലും കാണാം. ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് സ്പോട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെ വർക്ക് ഏരിയ ആഡ് ഓൺ ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസും ബിൽഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനൊക്കെ കൊടുത്ത് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 4 പാളികളുള്ള വാർഡ്രോബും അതിന് നടുവിലായി ഒരു ബേ വിൻഡോയൊക്കെ ചെയ്തുകൊണ്ട് ഭംഗിയാക്കി തന്നെ ഇവിടെ വാർഡ്രോബ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഡ്രൈ ആൻഡ് വെറ്റാക്കി തിരിക്കാവുന്ന രീതിയിൽ തന്നെ പ്രീമിയം ഫിറ്റിംഗ്സ് വെച്ച് തന്നെയാണ് ബാത്റൂം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് ഇനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്താണ് ഇവിടെ ഹാൻഡ് റെയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ഒരു പ്ലെയിൻ സ്റ്റാൻഡേർഡ് സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു കോറിഡോർ ഏരിയ ആണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു മിനി യൂട്ടിലിറ്റി ഏരിയയായി നമുക്കിത് യൂസ് ചെയ്യാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 5 പാളികൾ നൽകിക്കൊണ്ടുള്ള വലിയൊരു വെന്റിലേഷൻ തന്നെയാണ് ഈ ബെഡ്റൂമിൽ നമുക്ക് കാണാനാവുന്നത്. 4 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വളരെ വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്.
നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും നമുക്ക് കാണാം. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമിലേക്കാണ്. എല്ലാ ബെഡ്റൂമുകളും പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂം പോലെ 4 പാളികൾ കൊടുത്ത് നടുവിലായി ബേ വിൻഡോയും ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ സ്റ്റഡി ഏരിയയിലേക്കാണ്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു സ്റ്റഡി ടേബിളും അതിന് മുകളിലായി ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി ഭംഗിയാക്കി തന്നെയാണ് സ്റ്റഡി റൂം ചെയ്തിരിക്കുന്നത്. ഒരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിന്റെ സ്റ്റഡി ഏരിയയിൽ കാണാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വീതി കുറച്ച് അല്പം നീളം കൂട്ടിയാണ് ഈ വീടിന്റെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ജാളികൾ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ വർക്കൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. GI ട്യൂബിൽ തീർത്ത ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമാക്കി ചെയ്തിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 74 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.